ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസിലെ ഫസ്റ്റ് ദിവസമാണ്, അതായത് ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഡേ 1 ആണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ അന്നത്തെ ദിവസം കവർ ചെയ്യേണ്ട പോർഷൻസ്, ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ടൈമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ കുറച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്യണുള്ളൂ. ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് കുറേ ഒന്നും പഠിക്കാൻ പറ്റില്ല. ഈ ഒരു ട്രാക്കിലേക്ക് വരുന്നത് വരെയും ഞാൻ ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ആദ്യത്തെ ദിവസങ്ങളിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഈ സെമ്മിലത്തെ സബ്ജക്റ്റിൽ കൂടുതലും സ്ട്രക്ചേഴ്സും സിന്തസിസ് അങ്ങനെ എഴുതി പഠിക്കാനുള്ള ടോപ്പിക്സാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്ട്രക്ചേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത് മറന്നു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ തിയറി വായിച്ച് പഠിക്കേണ്ട അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കേണ്ട ടോപ്പിക്സൊക്കെ കുറച്ചേ ഉള്ളൂ. കൂടുതലും ഇങ്ങനെ എഴുതി ഓർത്ത് വയ്ക്കേണ്ട ക്ലാസിഫിക്കേഷൻസ്, സ്ട്രക്ചേഴ്സ്, സിന്തസിസ്, കോമ്പൗണ്ട്സ്, അങ്ങനെ കുറേ ഡ്രഗ്സിൻ്റെ സ്ട്രക്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ കൂടുതലും എഴുതി ഓർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ വേണം. നമ്മൾ വായിച്ച് പഠിച്ച് തീർക്കുന്നേക്കാളും കൂടുതൽ എഴുതി പഠിക്കാനുള്ള ടോപ്പിക്സിന് കുറച്ചുകൂടി സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ടൈം അറേഞ്ച് ചെയ്ത് ഇത്തിരി മുമ്പേ ഭയങ്കര സ്ട്രെസ്സ് കൊടുക്കാതെ നേരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സ്ട്രക്ചേഴ്സുള്ള സബ്ജക്റ്റൊക്കെ അല്ലെങ്കിൽ എഴുതി പഠിക്കേണ്ട സബ്ജക്റ്റൊക്കെ ഫസ്റ്റ് തന്നെ റിവിഷൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്താൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഓർമ്മിച്ച് പതുക്കെ സമാധാനമായിട്ട് തീർക്കാൻ പറ്റും. ലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ റഷാവും, തിരക്കാവും, അയ്യോ തീരുമോ എന്നുള്ള ടെൻഷനൊക്കെ വരുമ്പോൾ പഠിക്കുന്നത് അത്ര എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി വായിച്ച് പഠിക്കേണ്ട പോർഷൻസൊക്കെ ഞാൻ ലാസ്റ്റിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ എഴുതി ഓർക്കേണ്ട സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് സ്ട്രെസ് കൊടുക്കുന്നത്. അതാണിപ്പോൾ ഞാനപ്പോൾ ഫസ്റ്റ് തന്നെ അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി അങ്ങനത്തെ സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ഒറ്റയടിക്ക് കുറേ സ്ട്രക്ചേഴ്സ് പഠിച്ചാൽ ഒന്നും ഓർമ്മയുണ്ടാവാത്ത കാരണം ഞാൻ ആദ്യം ഒരു 5 സ്ട്രക്ചേഴ്സ് പഠിച്ച് റീകളക്ട് ചെയ്തതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാക്കി നോക്കാം, അപ്പോഴേക്കും ഈ പഠിച്ചത് ഓർത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഫ്രഷായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ പഠിച്ച് കുറച്ചായി കഴിഞ്ഞപ്പോഴാണ് എനിക്കിപ്പോൾ ഇന്നിട്ട ടു ഡു ലിസ്റ്റിനോട് അത്ര വലിയ താല്പര്യം തോന്നാഞ്ഞ്. കാരണം പഠിച്ച് വന്നപ്പോൾ കെമിസ്ട്രി പഠിക്കാനൊരു ഇൻട്രസ്റ്റ് കൂടുതൽ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം എഴുതിയ ടു ഡു ലിസ്റ്റ് അങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചു. എന്നിട്ട് പുതിയതൊരെണ്ണം ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും പോകുന്നത്, ഓരോന്നിനും എത്ര ടൈം എടുക്കും എന്നുള്ളതും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഒക്കെ കുറച്ചും കൂടിയും ക്ലിയർ ആയത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും കെമിസ്ട്രി പഠിക്കാനുള്ള ഒരു മൂഡായതുകൊണ്ട് ഞാൻ തിയറി സബ്ജക്ട്സുകൾ എടുത്ത് ചെറുതായിട്ടൊന്ന് നീക്കി വെച്ചിട്ട് കെമിസ്ട്രി തന്നെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3 ദിവസത്തേക്ക് ഉള്ളിൽ ഈ സിന്തസിസ്, സ്ട്രക്ചേഴ്സ്, അങ്ങനത്തെ കോമ്പൗണ്ട്സ് എല്ലാം തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 3 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ 3 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് പിന്നെ ഇതൊന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ മാറ്റി വെച്ചിട്ട് അത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ ദിവസം ഡേ 1 ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയ ടൈം ടേബിൾ അനുസരിച്ച് ഡേ 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻറ്റും സന്തോഷമൊക്കെ തോന്നി. ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഉണ്ടാക്കിയ ടൈം ടേബിൾ ചെറിയ ടൈം ടേബിൾ ആയിരുന്നെങ്കിലും അത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻറ്റ് തോന്നി. അടുത്ത ദിവസം ഡേ 2 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എക്സൈറ്റഡ് ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്